ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്സിലെ 12ാമത്തെ പാഠം അഥവാ അവസാനത്തെ പാഠഭാഗമായ അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഓക്കെ, അറ്റ് എ ഗ്ലാൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ, ഒരുപാട് എനിമൽസും മറ്റും ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. ഫ്രൂട്ട് സാലഡ്. ദ ചിൽഡ്രൻ ഇൻ മിലാൻസ് ക്ലാസ് ബ്രോഡ് ഫ്രൂട്ട്സ് ടു മേക്ക് ഫ്രൂട്ട് സലാഡ്. എന്താണ് ഇപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഡു യു ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്? എന്താണ് എല്ലാത്തരം പഴങ്ങളും ഉണ്ടല്ലോ എന്നാണ് ടീച്ചർ സാറ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട് ആർ ദർ? എല്ലാ ഫ്രൂട്ട്സും എത്ര തരം ഉണ്ടാവും, എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ക്യാൻ വി കൗണ്ട് ഇഫ് ദേ ആർ മിക്സിങ് അപ്പ് ലൈക്ക് ദിസ്? അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കൊട്ടയിലിരിക്കുന്ന പോലെ മിക്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിത് എണ്ണാൻ വേണ്ടി പറ്റിയത്? ബുദ്ധിമുട്ടല്ലേ എന്ന് പറയാണ്. ലെറ്റ് സോർട്ട് ദം, നമുക്കതൊന്ന് സോർട്ട് ചെയ്യാമെന്ന് പറയാണ്. സി ഹൗ ദ ഫ്രൂട്ട്സ് ആർ സോർട്ടഡ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫ്രൂട്ട്സൊക്കെ സോർട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു. കണ്ടോ? ഇനി ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഏതൊക്കെ ഫ്രൂട്ട്സ് എത്ര എണ്ണമാണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എഴുതി നോക്കാം. റെഡിയാണോ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് ഉള്ളത്. ഓറഞ്ച് അല്ലേ, അത് 5 എണ്ണമാണ് ഉള്ളത്. ഇനി പൈനാപ്പിൾ ആകെ 1 എണ്ണമാണുള്ളത്. മാംഗോ ഉള്ളത് 3 എണ്ണമാണ്. കൂട്ടുകാർ കറക്റ്റ് ചെയ്തിട്ട് നോക്കുക, നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് അല്ലേ എന്ന് അവിടെ നിന്ന് കൗണ്ട് ചെയ്തിട്ട് നോക്കുക. നെക്സ്റ്റ് 3 എണ്ണമാണുള്ളത്. പിന്നെ ഉള്ളത് 8 പിന്നെയുള്ളത് 10 എണ്ണമാണ്. ഇനി ഇവിടെ വിച്ച് ഫ്രൂട്ട്സ് ഈസ് ദ മോസ്റ്റ് ഇൻ ദ നമ്പറിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ഫ്രൂട്ടാണ് കൂട്ടുകാരെ? ബനാനയാണല്ലോ. അപ്പോൾ അവിടെ ബനാന എന്ന് എഴുതി കൊടുക്കുക, ബനാന. ഇനി വിച്ച് ഫ്രൂട്ട്സ് ഈസ് ഓൺലി 1 ഇൻ നമ്പറിൽ ഒന്നുള്ളത് ഏതാണ്? പൈനാപ്പിൾ ആണ്. അപ്പോൾ അവിടെ പൈനാപ്പിൾ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രൂട്ട്സ് ആർ സെയിം ഇൻ നമ്പറിൽ ഒരേപോലെയുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് മാംഗോ, അതേപോലെ തന്നെ ഓറഞ്ച്. ഇത് രണ്ടുമാണ് സെയിം നമ്പർ ഉള്ളത്. ഇനി ഹൗ മെനി മോർ ഗുവാവാസ് ആർ ദർ ദാൻ പൈനാപ്പിൾസ്? പൈനാപ്പിൾസിനേക്കാളും എത്ര കൂടുതലാണ് ഗുവാവയുള്ളത്? എത്ര എണ്ണമാണുള്ളത്? നമുക്ക് നോക്കാം. എത്രയാണ്? 7 എണ്ണമാണ് കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ അവിടെ 7 എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസിനേക്കാൾ കൂടുതലുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് ആപ്പിൾ മാംഗോസിനേക്കാളും കൂടുതലാണ്. അതേപോലെ തന്നെ ഗുവാവ മാംഗോയിനേക്കാളും കൂടുതലാണ്. മറ്റൊന്ന് ബനാന, ഇത് 3ഉം മാംഗോയിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ 3 എണ്ണമാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ദേ ലുക്ക് വെസൽസ് ഫ്രം ദ സ്കൂൾ കിച്ചൺ ആൻഡ് മെയ്ഡ് ഫ്രൂട്ട് സാലഡ്. അപ്പോൾ സ്കൂളിലെ കുറച്ച് വെസൽസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്, ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. Then, can you make fruit salad? What vessels would you take from the kitchen? Write in the table below. അപ്പോൾ താഴെയുള്ള ടേബിളിൽ നിങ്ങൾ കിച്ചണിൽ നിന്ന് ഏതൊക്കെ വെസൽസ് എടുക്കും, എത്ര എണ്ണം എടുക്കും എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, അറ്റ് മൈ ഹോം ദ നമ്പർ ഓഫ് വെസൽസ് ഇൻ മൈ ഹോം. നിങ്ങളുടെ വീട്ടിലെ വെസൽസ് നോക്കുക. ഇതിൽ ഓരോ വെസൽസും നിങ്ങളുടെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സ്നാക്സ് ആണ്. മിലാൻ വെന്റ് ടു ദ കിച്ചൺ ടു കൗണ്ട് ദ വെസൽസ്. ഹിസ് മദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം ഈസ് ഫേവറേറ്റ് സ്നാക്സ്. മിലന് പാത്രങ്ങൾ എണ്ണാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയപ്പോൾ അമ്മ അവൻ്റെ ഇഷ്ട പലഹാരമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈസ് മൈ ബർത്ത്ഡേ, ഐ വിൽ ഗീവ് ഉണ്ണിയപ്പം ടു ഓൾ മൈ ഫ്രണ്ട്സ്. എന്താണ്, ഇന്ന് എൻ്റെ പിറന്നാളാണല്ലോ, അപ്പം ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കും എന്നാണ് നമ്മുടെ മിലൻ പറയുന്നത്. മിലൻ വെൻ ടു ഹിസ് ക്ലാസ് വിത്ത് ഉണ്ണിയപ്പം. അങ്ങനെ മിലൻ എന്ത് ചെയ്തു? ഉണ്ണിയപ്പവുമായിട്ട് സ്കൂളിലേക്ക് എത്തി. ഐ ലൈക്ക് ഇലയുടെ മോർ. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് ഇലയുടെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാണ്.
Then ask your friends about their favorite snacks. Make a table of the number of children who like each snacks using pictures like this. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചേഴ്സ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഫേവറേറ്റ് സ്നാക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ആകെ ഇപ്പോൾ ഇലയുടെ എത്ര പേർക്കാണ് ഇഷ്ടമുള്ളത് അത്രയും അതേപോലെയുള്ള ചിത്രം വരച്ചു കൊടുക്കുക. അതുപോലെ നെയ്യപ്പം, ഉഴുന്നുവട, ബോണ്ട, ഉണ്ണിയപ്പം, പരിപ്പുവട, ഉള്ളിവട, ഇതൊക്കെ എത്ര പേർക്കാണോ ഇഷ്ടമുള്ളത് അത്രയും നിങ്ങളവിടെ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Then which snacks is liked by the most number? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് എഴുതുക. ഹൗ മെനി, എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്നും നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ വിച്ച് സ്നാക്ക് ഈസ് നോട്ട് ലൈക്ക് ബൈ എനി വൺ, ആർക്കും ഇഷ്ടമില്ലാത്തത് ഏതാണ്. ഹൗ മെനി ലൈക്ക് ഉഴുന്നുവട, ഉഴുന്നുവട ഇഷ്ടമുള്ളത് എത്ര പേരുണ്ട് എന്നൊക്കെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. റൈറ്റ് സം ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്, ആസ്ക് യുവർ ഫ്രണ്ട്സ് ഓൾസോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും? നമുക്ക് ചോദിക്കാം വിച്ച് ഈസ് ദ ലീസ്റ്റ് ഫേവറേറ്റ് സ്നാക്സ് അല്ലേ. വിച്ച് ഈസ് ദ, ഇവിടെ എഴുതി കൊടുക്കുക, വിച്ച് ഈസ് ദ ലീസ്റ്റ് ഫേവറേറ്റ് സ്നാക്ക്. ഓക്കെ, then next ചോദിക്കാം do children like banana fry? ആർക്കെങ്കിലും ബനാന ഫ്രൈ ഇഷ്ടമുണ്ടോ? ഓർ എഗ് ബജി, എന്താണ് ഓർ എഗ് ബജി. then next ചോദിക്കാം how many students, how many children like നെയ്യപ്പം, എത്ര പേർക്ക് നെയ്യപ്പം ഇഷ്ടമുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഹൗ മെനി ചിൽഡ്രൻസ് ലൈക്ക് ഉഴുന്നുവട അല്ലെങ്കിൽ ഇലയടം എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ടോയ് വെഹിക്കിൾസ് ആണ്. ദേ വെൻറ്റ് ടു ദ ടോയ് ഷോപ്പ് ടു ബൈ എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ മിലൻ. മിലൻ ബർത്ത്ഡേ ഗിഫ്റ്റിന് ടോയ് മേടിക്കാൻ വേണ്ടി എന്താണ് ടോയ് ഷോപ്പിൽ എത്തി. സീ ദ മെനി ടോയ് വെഹിക്കിൾസ് ഇൻ ദ പിക്ചർ. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ഒരുപാട് വെഹിക്കിൾസ് അവിടെയുണ്ട്. ഡ്രോ ആസ് മെനി പിക്ചേഴ്സ് ഓഫ് ഈച്ച് ടോയ് ആസ് ദർ ഇൻ ദ ഷോപ്പ്, റൈറ്റ് ദെയർ നമ്പർ ഓൾസോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ എത്ര ടോയ് ഉണ്ടെന്ന് നിങ്ങളവിടെ എണ്ണിയിട്ട് പിക്ചർ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്പർ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യണം, പിക്ചറും കൂടെ നിങ്ങളൊന്ന് വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കാറാണ്. കാർ എത്ര എണ്ണമാണ് ഉണ്ടായിരുന്നത്? 8 കാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വന്നത് എന്താണ്, ബസ്സാണ്. ഇത് 2 എണ്ണം ഉണ്ട്. ജീപ്പ് എന്ന് പറയുന്നത് 5 ആണ്. എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത് 1 ആണ്. സൈക്കിൾ എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് 6 ആണ്. നിങ്ങൾ ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, ചിത്രം കൂടെ വരച്ചു കൊടുക്കണം. ഇതേപോലെ ഓട്ടോറിക്ഷയും മറ്റും ഒക്കെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി താഴേക്ക് നോക്കൂ. വിച്ച് വെഹിക്കിൾസ് ഈസ് ദ ലീസ്റ്റ് നമ്പർ? ഇതിൽ ഏറ്റവും കുറവുള്ളത് ഏത് വെഹിക്കിൾസ് ആണ്? ഏത് വെഹിക്കിളായിരുന്നു? എയ്റോപ്ലെയിൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എയ്റോപ്ലെയിൻ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. എയ്റോപ്ലെയിൻ, എയ്റോപ്ലെയിൻ. ദെൻ വിച്ച് വെഹിക്കിൾസ് ആർ ഓഫ് ദ സെയിം നമ്പർ? സെയിം നമ്പർ ഉള്ളത് ഏതൊക്കെയാണ്? കാറും സൈക്കിളുമാണ്. കാറ്, സൈക്കിൾ. ദെൻ എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെ ചോദിക്കാം നമുക്ക്? ഈസ് ദർ more jeeps or buses? ജീപ്പാണോ ബസ്സാണോ കൂടുതലുള്ളത്? then how many jeeps are there? എത്ര ജീപ്പ് ഉണ്ട്? അതേപോലെ തന്നെ ചോദിക്കാം how many bicycles are there? ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്.
ഇനി നെക്സ്റ്റ് സോ മച്ച് ടു സീ എന്താണ്? വാട്ട് തിങ്സ് ഡു യു സീ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്? നിങ്ങളുടെ സ്കൂൾ ബിൽഡിങ്ങിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ഡോർസ്, വിൻഡോസ്, ബ്ലാക്ക് ബോർഡ്സ്, റൈറ്റ്, ഫാൻസ്, സ്വിച്ചസ് ആൻഡ് സോ ഓൺ. മേക്ക് എ ടേബിൾ ഓഫ് ദം. നിങ്ങളുടെ സ്കൂളിലും ഇതേപോലെ എന്തുണ്ടായിരിക്കും? ഡോറ്, വിൻഡോ, ബ്ലാക്ക് ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാന്, ലൈറ്റ് ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ എത്ര ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് താഴെ എഴുതി കൊടുക്കുക. ദെൻ താഴെ നമുക്ക് മൈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. എന്ത് ചോദിക്കാം? ഹൗ മെനി വിൻഡോസ് ആർ ദർ? എത്ര വിൻഡോസ് ഉണ്ടായിരിക്കും? ദെൻ ഹൗ മെനി ഡോർസ് ആർ ദർ ഇൻ ടോട്ടൽ? ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി പിക്ചർ റീഡിംഗ് ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു പിക്ചർ കണ്ടിരുന്നു അല്ലേ? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എത്ര എനിമൽസ് ഉണ്ടെന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ മങ്കി എത്രണ്ണാണ് കൂട്ടുകാരെ അവിടെ ഉള്ളത്? 6 മങ്കിയാണ്, 6 monkeys ആണുള്ളത്. നെക്സ്റ്റ് വൺ അവിടെ ഡോഗ് ഉണ്ട് അല്ലേ? അപ്പോൾ ഡോഗ് എന്ന് എഴുതുക. ഡോഗ് എത്രയാണ്? 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ റാബിറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ റാബിറ്റ് എന്ന് എഴുതുക. റാബിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. കൂട്ടുകാർ പോയി നോക്കണേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്യൂരലാണ്. സ്ക്യൂരൽ എത്ര എണ്ണമാണ് ഉണ്ടായിരുന്നത്? 8 ആണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് അവിടെ ക്യാറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ക്യാറ്റ് എന്ന് എഴുതി കൊടുക്കുക. ക്യാറ്റ് എന്ന് പറയുന്നത് 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വണ് ക്രോ ഉണ്ടായിരുന്നു. ക്രോ എന്ന് പറയുന്നത് 5 ആയിരുന്നു. നെക്സ്റ്റ് പാരറ്റ് ഉണ്ടായിരുന്നു. പാരറ്റ് എത്രയാണ്? 3 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്പാരോ ഉണ്ടായിരുന്നു. സ്പാരോ 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും എന്താ പറയുക എനിമൽസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിമൽസും ബേർഡ്സും കൂടെ അത് നിങ്ങളവിടെ കറക്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇതിന് താഴെ നോക്കൂ. ഇവിടെ മൈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുന്നുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്ത് ചോദിക്കാം നമുക്ക്? വിച്ച് ക്രിയേച്ചേഴ്സ് have the same number? Then next നമുക്ക് ചോദിക്കാം which one has the least? ഏറ്റവും കുറവുള്ളത് ഏതാണ്? Then next നമുക്ക് ചോദിക്കാം which one has the most? Okay, then are there more animals or birds? അവിടെ എനിമൽസ് ആണോ ബേർഡ്സ് ആണോ കൂടുതലുള്ളത്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് അസസ്മെൻ്റ് ആണെന്ന് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ഇതിലെ അസസ്മെൻ്റ് എന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ദ ടേബിൾ ഷോസ് ദ ഡാറ്റ ഓഫ് സ്റ്റുഡൻസ് ഇൻ മിലാൻസ് സ്കൂൾ. മിലാൻസിൻ്റെ സ്കൂളിലെ കുട്ടികളുടെ ഡാറ്റയാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഇതിൽ വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ്? ഇതിൽ ഏറ്റവും കൂടുതൽ ഗേൾസ് ഉള്ളത് ഏത് ക്ലാസ്സിലാണ്? ഏതിലാണ്? 3rd സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഇവിടെയാണ് ഗേൾസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവിടെ എഴുതേണ്ടത് 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് 3 എന്നും എഴുതി കൊടുക്കാം. വിച്ച് ക്ലാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് ക്ലാസ്സിലാണ്? അപ്പോൾ നമ്മൾ കുട്ടികൾ ആദ്യം കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം 1ാം ക്ലാസ്സിൽ കാണാം. 15ഉം +2ഉം 19ഉം നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 34 എന്ന് കിട്ടും. ഇനി 20 + 20 40 ആണ്. 90 + 22 എന്ന് പറയുന്നത് 41 ആണ്. അതേപോലത്തെ 20 + 17 എന്ന് പറയുന്നത് 37 ആണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? ക്ലാസ് 3യിൽ തന്നെയാണല്ലോ. അപ്പോൾ വീണ്ടും ക്ലാസ് 3.
How many boys are fewer in class 4 than the boys in class 1? ഒന്നാം ക്ലാസ്സിനേക്കാൾ എത്ര കൂടുതൽ കുട്ടികളാണ് ഏത് ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോറി 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കുറവാണ്, എത്രയാണ്? അപ്പോൾ ഇവിടെ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നോക്കുക, എത്ര കുട്ടികളാണെന്ന് നോക്കുക. എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം കേട്ടോ. 4ാം ക്ലാസ്സിൽ ആകെ ആൺകുട്ടികൾ 20 ആണുള്ളത്. ഇനി 1ാം ക്ലാസ്സിൽ 15 അപ്പോൾ 20 - 5 എന്ന് 15 എന്ന് പറയുന്നത് 5 ആണ് അവിടെ കൂടുതലുള്ളത്. വിച്ച് ക്ലാസ്സസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ബോയ്സ്? ഇതിൽ ഏത് ക്ലാസ്സിലാണ് സെയിം നമ്പർ ഓഫ് ബോയ്സ് ഉള്ളത്? ഏതിലാണ്? 2ാം ക്ലാസ്സിലും അതുപോലെ 4ാം ക്ലാസ്സിലും. ഇനി 5ാമത്തേത് ഹൗ മെനി ബോയ്സ് ആർ ദർ? ഇവിടെ ആകെ എത്ര ബോയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കണം. ഓക്കെ, അപ്പോൾ 15 + 20 + 90 + 20 എത്രയാണ്? 74. അടുത്തത് നോക്കൂ, ഹൗ മെനി ഗേൾസ് ആർ ദർ? എത്ര ഗേൾസ് ഉണ്ട്? 19 + 20 + 22 + 17 എത്രയുണ്ട്? 78 ആണ് ഉള്ളത്. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ആകെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം? നമ്മൾ ഈ 74ഉം അതുപോലെ 78ഉം കൂടെ ആഡ് ചെയ്താൽ മതി. 152 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി, ഇത്രയുമാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.